ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ ഡ്യൂ ഡയറീസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അഞ്ജുന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ദം ബിരിയാണി കഴിക്കാൻ ഭയങ്കര പൂതി. സോ ഞങ്ങൾ വിചാരിച്ചൊന്ന് ബിരിയാണി ഉണ്ടാക്കാം. എനിക്ക് ദം ഇഷ്ടമല്ല. ഞങ്ങൾ 2 ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒന്ന് സാധാ ബിരിയാണി ചിക്കൻ വേറെ. എനിക്ക് ഫ്രൈ ഒക്കെ ചിക്കൻ കറി ആക്കണം. കുറച്ച് ഗ്രേവി അല്ല, ഒരു മസാല ടൈപ്പുള്ള ചിക്കൻ. പിന്നെ അഞ്ജുന് ദം ബിരിയാണി. അപ്പോൾ ഇന്നത്തെ നമുക്കപ്പോൾ അതൊക്കെ വെച്ച് ഫ്രണ്ട്സൊക്കെ വന്ന് നമുക്കപ്പോൾ വീഡിയോ കണ്ടാലോ ഇന്നത്തെ. അങ്ങനെയാണ് പ്ലാന്. വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ദം ബിരിയാണി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഫസ്റ്റ് ടൈമാണ് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം കഴിക്കാൻ. അത് വീട്ടിലുണ്ടാക്കി തന്നെ കഴിക്കണം. അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് കഴിക്കണം. കോയമ്പത്തൂർ ബിരിയാണി കഴിക്കാൻ വേണ്ടി കോയമ്പത്തൂർക്ക് പോകണം. സത്യം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, വന്നിട്ട് വേണം കോയമ്പത്തൂർക്ക് പോയി ബിരിയാണി കഴിക്കണം. ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ഇടുന്നു. ഉപ്പിടുന്നു. ചിലപ്പോൾ മസാല പറ്റി വയ്ക്കാൻ പോവാം. മഞ്ഞപ്പൊടി, ഉപ്പ് ഇട്ടു. രണ്ടത് കോൺഫ്ലവറും കൂടി ഇടണം ഗൈസ്. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇനി അരിയാൻ നിൽക്കണ്ടേന്ന് ആലോചിച്ചിട്ട് ചിക്കൻ നമ്മൾ വറുത്തിട്ട് വെക്കണേലിടാം. ഓശു എന്തൊരു പോയേ. നൈസ് ഒരു പാത്രം മാറ്റി, അതിൽ പറ്റുന്നില്ല. ഇനി ഇത് മസാല പരട്ടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരു ബിരിയാണിയുടെ ഇതാണ്, ചിക്കനാണ് ഇത്. ചേച്ചിക്കാണെങ്കിൽ മറ്റേ മസാലയുള്ള ഇഷ്ടമാണ്. എനിക്കെന്തോ ചിക്കനൊക്കെ ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് അങ്ങനത്തെ അതല്ലാണ്ട് വെള്ള കളറിൽ എടുക്കുന്ന ചിക്കൻ ആയതുകൊണ്ടേ. പിന്നെ ഞാൻ ടി വിയിൽ കുറച്ച് സ്വല്പം മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പണിയെടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയാണിപ്പോൾ കുളിക്കാൻ പോയി. അരി കഴുകാൻ ഡ്യൂട്ടി എനിക്ക് തന്നു. അരി കഴുകാനുള്ള പരിപാടിയായിരുന്നു. എന്ത് അരിയാന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല മണമുള്ളതായിരുന്നു. അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചധികം അധികം വണ്ടി വരും. എന്നതെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ബിരിയാണി മാത്രമല്ലല്ലോ, ദം ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, മറ്റ് സാധാ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഞാൻ എടുത്തു വന്നിരിപ്പോൾ എന്താ പറയുക, 2 കിലോയ്ക്ക് ഒരു വട്ടപ്പം ഉണ്ടാക്കാനുള്ള ബിരിയാണിക്കുള്ള റൈസിനുള്ളൂ. ബാക്കി വയ്ക്കാനൊന്നും ഇല്ല. പിന്നെ എന്ന് വെച്ചാൽ അരിക്ക് കഴുകി വെച്ചിട്ട് പിന്നെ ചേച്ചി കുളിച്ചിട്ടുണ്ട് വന്നു. ഞങ്ങൾ വേഗം ചിക്കൻ വറുക്കാനുള്ള പരിപാടി നോക്കുക. നേരം വയ്ക്കുക എന്താണെന്നറിയില്ല, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് ഞാൻ പിന്നെ രാവിലെ വേഗം പോയി കുളിച്ചു. എണ്ണ പറ്റില്ല, ഞാനേ ഓൾറെഡി കത്തിക്കാണോ. അയ്യോ എൻ്റെ മേലെ ഇതാ കുറച്ച് തുടയ്ക്കാൻ പറഞ്ഞു. അതല്ലേ ഞാനിവിടെ തുടയ്ക്കണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ഉള്ളി വറുത്ത് വയ്ക്കാം. ഇതിലാണ് അല്ല മറ്റേ പരത്തിടാൻ പറ്റുന്ന അതിലിട്ടാൽ മതി. അത് മതി, ആകുമ്പോൾ പെട്ടെന്ന്. പുതിയ പാത്രം നിങ്ങൾ അമ്മയുടെ തല്ലുടി മേടിച്ച പാത്രം. അതെ, അമ്മയ്ക്ക് എല്ലാം എടുത്ത് വയ്ക്കണം, ഒക്കെ എടുത്ത് വയ്ക്കണം. നമുക്കിവിടെ ലൈറ്റ് വെക്കണ്ടായിരുന്നു. ചിക്കൻ വറുത്തിട്ട് ഇതാണ് ഞങ്ങൾക്ക് 1 ലിറ്റർ ഉണ്ടാവും. ഇത് കണ്ട കൊല്ലോ ഇല്ലേ, എല്ലാത്തിനും ആവശ്യമുണ്ടല്ലോ. ബിരിയാണി നല്ല എന്ത് വെക്കണമെങ്കിലും ഓയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്ത് വറുക്കണം. അപ്പം ആദ്യം അയ്യോ അണ്ടിപ്പരിപ്പ് കൊണ്ടിരുന്നില്ലല്ലോ, അത് വേണ്ടല്ലേ. എനിക്ക് വേണമെന്നുണ്ടാവും, വേണ്ട മതി. അല്ല നമുക്ക് 10 പേര് അത്യാവശ്യം എണ്ണം വേണം. ഉള്ളി പൊരിക്കണം, നമുക്ക് പൊരിച്ച് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണം. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തിട്ട് വെക്കുന്നത് ഇത്ര ടേസ്റ്റാണ്. 10 ഉള്ളി വറുത്തിട്ട് കരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എല്ലാ വട്ടം ഞാൻ ചെയ്യുമ്പോൾ ഒരു കരിഞ്ഞ ടേസ്റ്റ്. കരിക്കാൻ പറ്റുന്നു ഇന്ന് കരിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് എനിക്ക് മറ്റേക്ക് വേണ്ടി വരും കുറച്ച്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടും. കറി ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ ചിക്കൻ ആകുന്നു, അവിടെ ഉള്ളി. അതിലേക്ക് കുറച്ച് വേണേ. ഞാൻ കണ്ടു വീഡിയോസിലൊക്കെ ദം ബിരിയാണിയിലൊക്കെ കണ്ട വലിയതോ 2 വേണമല്ലോ. ഇത് ഫുൾ ആവശ്യം വരുമോ? ആവശ്യമില്ല. ഇങ്ങനത്തെ ബാക്കിയൊന്നുമല്ല, ഇങ്ങനത്തെ സാധനം 2
അല്ല എന്തിട്ടില്ല വെക്കിയ ബിരിയാണി മറ്റേ നോൺ സ്റ്റിക്കിലാ നോൺ സ്റ്റിക്കില് നല്ല ചൂടെടുക്കണ്ടല്ലേ ടേബിൾ ചെലവ് അറിയാമല്ലോ ഇവിടെ പ്ലസ് പോയിന്റ് ഇല്ലല്ലോ നമ്മൾ ശരിയല്ലേ തിരിച്ചു വെക്കല്ലേ കുഞ്ഞിക്കാരോട് കൊടുക്കട്ടെ കുറച്ചിട്ടുണ്ട് തന്നെ എന്നെ കുറച്ച് ഒരു സ്റ്റെപ്പ് നടക്കേണ്ടി വരും അയ്യോ അയ്യോ നമ്മുടെ ആവുമോ ചിക്കൻ എത്തിയാ അതിന് ഞാൻ വേണമെങ്കിൽ അതാ ബിരിയാണി അത് കഴിക്കൂട്ടോ പറഞ്ഞതിനൊക്കെ കൂടുതലുണ്ട് 3 ഗ്ലാസ് ഇട്ടല്ലോ അപ്പൊ കിട്ടുള്ളത് നിനക്ക് തമ്മ നിനക്ക് തന്നു അതെ ഞാൻ കഴിക്കൂട്ടാ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് കഴിക്കും അതെ 2 ഞാൻ കഴിക്കും ദമ്മേശല്ല മഞ്ഞളൊക്കെ മഞ്ചത്ത് പറഞ്ഞു തൊഴിലിച്ചില്ല ആ സമയം എനിക്ക് അതിന്റെ ഫ്ലേവർ തീരെ ഇഷ്ടമല്ല മല്ലിയല്ല അച്ഛനും ഇഷ്ടമല്ലോ അച്ഛനും ഇഷ്ടമല്ല പക്ഷെ അമ്മക്ക് ഇഷ്ടമാണ് അമ്മ സപ്പോർട്ട് ചെയ്ത് അതിന് തട്ടിയോ അതിന് ഇത് വറുത്ത കോരി പെട്ടെന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അവിടെ കഴിയും അതാണ് എല്ലാവട്ടും ഉണ്ടാവും ഓൾമോസ്റ്റ് ആയി എന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ എടുക്കുമ്പോഴേക്കും കഴിയും സെറ്റാക്കുന്നു അമ്മേ എന്തൊരു ചൂടാ ഉണ്ടെന്ന് മരുന്ന് കഴിച്ചില്ലേ എന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് ഞാൻ കഴിക്കണ്ടെന്നൊക്കെ കഴിക്കട്ടെ കേട്ടോ ചെറുതായിട്ടൊരു വേദന ഉണ്ട് വേദനയ്ക്ക് പോയതായിരുന്നു ചെറുതാണെന്നറിയില്ല കുരുമുളക് ഉണക്കാൻ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇതിപ്പോൾ ഇവിടെ വെച്ചത് ഇവിടെ വെയിലുണ്ടാവുക വെക്കത് ഇവിടെ അപ്പുറത്ത് വെക്കല് നിങ്ങൾ വയ്ക്കാം ഇവിടുത്തെ ഒഴിക്കും വെയിലുണ്ട് ടീസ്പൂൺ ഇട്ടിട്ടൂടെ അത് കൂടുതലായാലോ വീഴുമ്പോ മതിയാ എന്തുട്ടിട്ട് ചേച്ചി എന്തെങ്കിലും എനിക്ക് നെയ്യുള്ളത് ഞാൻ നെയ്യന്നെ ഇട്ടു ആദ്യം ഒരു കഷ്ടം ഇനി ഇടാട്ടോ അലറാനിക്കല്ലേ എന്നിട്ട് അത് വേണേണ്ടോ നെയ്യ് മാറിക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഞാൻ സാധാരണ ബിരിയാണി കഴിക്കണം ഇച്ചാക്കൊരു പറയൂ അങ്ങനെ ഇടൂല അത് ഞാൻ ഇടറില്ലേ ഇതെന്തൊട്ട് ചേച്ചി ഉണ്ടാക്കണേ ചിക്കൻ അപ്പൊ നെയ്ച്ചോറോ അതടുത്തൊന്നും കഴിഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റില്ല അത് കഴിക്കട്ടെ അശി എന്നുള്ള സൗണ്ട് കേട്ടില്ല അത് ഞാൻ കുറച്ച് വെച്ചിട്ട് എന്നിട്ടും കേൾക്കണല്ലേ വെളിച്ചെണ്ണ സോഫ്റ്റ് ചിക്കൻ രസമുണ്ട് ഗുളു 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 ഞങ്ങളുടെ എനിക്കുള്ളത് സൂപ്പർ ഇതാണ് ചിക്കൻ കാല് ഇത് വറക്കും ഇത് വറക്കാൻ വേണ്ടി മേടിച്ചതല്ല ഞാൻ തമ്മിലിക്കാൻ വേണ്ടി മേടിച്ചതാ ഞങ്ങൾ ദം ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കും എന്താ ദമ്മാവോ എന്തോ തിളപ്പേച്ച് ഉണ്ടാക്കി തരും ദം ഉണ്ടാക്കാൻ മഞ്ഞപ്പൊടി അല്ലല്ല ഇങ്ങനല്ലേ ഇത്ര പെട്ടാ പറയാം തൈര് തൈര് മതി മതി മറ്റേ എനിക്ക് വഴിച്ചിന് എനിക്ക് ഒന്നും പറയാൻ മസിൽ പിടിച്ചളക്ക് എന്റെ ചിക്കൻ കാലി കണ്ട എന്റെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി എവിടെയാ ആയിട്ട് കിലോ എത്ര എടുക്കും സമയം ആര് സുന്ദരിട്ട് വന്നിട്ടല്ലോ അമ്പലത്തില് പോയാ ഏതൊക്കെ ഓരോ സജ്ജേട്ടാ വിദ്യാമുട്ട് വെട്ടി വെട്ടി ചെറിയ വെട്ടിതാല് വലിയ വെട്ടിതാല് തൊടല്ലേ മകൻ എന്തിനാ എന്തോ ഇന്ന് കുറച്ച്
ഞാനാണ് കുക്ക് ചെയ്ത ആള്. കുക്കർ വേറെ കുക്കറ് മെയിൻ കുക്കർ. അയ്യോ എന്റെ കൈ കൊള്ളേ നിൽക്കുന്നില്ലല്ലേ ഞാനിവിടെ അഡ്വഞ്ചർ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ വീഡിയോ ഇൻസ്റ്റാഗ്രാമില് കോട്ടൻസ് ഉണ്ടോ ഇവിടെ? കഞ്ഞിണ്ടാവില്ലേ? ചിക്കൻ ഇവിടെ തിളക്കുന്നുണ്ട് ഗൈസ്. ഇത് അടച്ചിട്ടുണ്ടപ്പോ എന്താ അതിപ്പോ ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി ആക്കല്ലേ? വെള്ളത്തിലിട്ട അരി തന്നെ വെള്ളത്തിലേ കുതിർന്നത്. ഓ അച്ഛൻ വന്നു ഗൈസ്. അപ്പോഴേക്കും അച്ഛൻ ഉച്ചയ്ക്കാണ് വരിക. രാവിലെ നേരത്തെ പോയിട്ട് അച്ഛൻ ഉച്ചയ്ക്ക് വരുന്നത്. അങ്ങനെയാണ് അച്ഛൻ്റെ ജോലി. അച്ഛനാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ഫുഡായിട്ടില്ലെങ്കിൽ അവർ തമാശയ്ക്കാണെങ്കിൽ പോലും ഒന്ന് ഉച്ചക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒന്നായിട്ടില്ല. ഇതന്നെ ഒന്നായിട്ടല്ല. റൈസ് ഇത് ഇപ്പോഴാണ് ആയത്. ദം ബിരിയാണി ചൂടായിട്ട് ചിക്കൻ ഞങ്ങൾ രണ്ടാമത് മേടിക്കരുത്. ഇന്നലെ മേടിച്ചൊന്നും തലേ ദിവസം മേടിച്ച് വെച്ച ചിക്കനൊന്നും എന്താ പറയുക ഉണ്ടായില്ല. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, മറ്റേ ദം ബിരിയാണിക്കുള്ള കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചാകുമ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ കുക്കറിൽ വെച്ച് കുറച്ച് ഉപ്പ് ഇടണം. സാലഡ് ഉണ്ടാക്കുക. ആരുണ്ടാക്കുന്നേ? മതി. എന്ത് പോകുന്നില്ല നല്ല വയ്യാണ്ടായി ക്ഷീണിച്ചു. നല്ല തിക്കും തിരക്കണം ഗൈസ്. എന്നാ ഇവിടെ പ്രതീക്ഷിച്ച പോലെ എന്തോ ഒരു ബുദ്ധിമുട്ടല്ലേ നടക്കുന്നില്ല. ഭയങ്കര ഹറിബറിയാവാ ലേറ്റ് ആയി. അതാണ് കാര്യം. ഇതിലേക്ക് ചിക്കൻ അല്ല മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് തൈരൊക്കെ ഇട്ടിട്ടല്ലേ ചിക്കൻ? ആ തൈരിട്ടോ ചേച്ചി? ഇട്ടാ മതി ചേച്ചി. ആയിക്കോട്ടെ. അപ്പൊ കൂട്ടോ അണ്ടിപ്പരിപ്പും അതിലും നമുക്ക് വറുത്തെടുക്കാം. തൈര് അങ്ങോട്ട് കൊണ്ടോ ഈശ്വര എല്ലാം ഇട്ടോ വെച്ചിട്ട് എല്ലാ തൈരും എടുത്താ. നമുക്ക് എടുത്തത് മുന്തിരി. മുന്തിരി തക്കാളി അന്നേരം കിട്ടുമല്ലോ. മഞ്ഞപ്പൊടി ഇടുന്നത് മഞ്ഞപ്പൊടി മാത്രമാണ്. ഗരം മസാലയും മുളക് പൊടി ഇടണം. മുളക് പൊടി അറിയാം ചേച്ചി. മറ്റേ ചില്ലി പൗഡർ കാശ്മീരി ഇട്ടാ അല്ല മഞ്ഞപ്പൊടി ഇട്ടേ. ആ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ചിട്ടാണ് ഇട്ടാ. ചേച്ചി അതിലിട്ടുണ്ട്. ചേച്ചി മഞ്ഞപ്പൊടി ദെൻ മുളക് പൊടി നമ്മളെ കട്ടിംഗ് ബോർഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചിക്കൻ കുക്കറിൽ വെച്ച് ഗൈസ്. എന്താ വെച്ചാൽ ഇന്നൊക്കെ ആവില്ല. സത്യം നിന്നൊന്ന് കാലൊക്കെ വേണ്ട എനിക്കും നീ തന്നെ തിന്നാൻ കൊടുക്കാം. അതുകൂടി കഴിഞ്ഞ് ഒരുമിച്ച് എല്ലാം ഞാൻ ചെയ്യുന്നില്ല. പാത്രം സേവിക്കും അല്ലെങ്കിൽ അത് മതി. നല്ലൊരു ഐഡിയ. പേപ്പർ വഴിയില്ല. ഗുണമോ മെച്ചം വിലയോ അല്ലേ? അത് വേറെ ഞാൻ പറഞ്ഞത് മുന്തിരി ഇല്ല കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി മോഷ്ടിക്കേ ഗൈസ്. ഇതിന് തിളക്കണം. ഇതെന്തായെന്ന് അറിയില്ല. ടേസ്റ്റ് ഉണ്ടായാൽ മതി. ആയാ ഇതില് കാണുമ്പോ നല്ല രസമുണ്ടല്ലോ. ഇതല്ല ഗൈസ് അങ്ങനത്തെ പക്കം വെള്ളം കിട്ടാ. കഞ്ഞിവെള്ളം അതിന് ചേച്ചി കഴിക്കണില്ലല്ലോ. നമുക്ക് വേണ്ടല്ലോ. നമുക്കുള്ള ബിരിയാണി അഞ്ചുനുള്ളതല്ലേ. ഗൈസ് ഇങ്ങനെ കാണുമ്പോ നല്ല രസം. ദമ്പരിയാണ് തന്നെ. ദമ്മ് തന്നെ പറ്റുമോ? പാത്രം പിടിക്കട്ടെ. അടിയത് പാത്രം പിടിച്ചോ. അതൊക്കെ ഒരു മിനിറ്റ് തിരിച്ചു പിടി. ഇതാണ് നോക്കൂ.
അല്ല ദം സെറ്റ്. മൈ ഗോഡ്, ചേച്ചിക്ക് ഏതാ വേണ്ടെന്ന്? എനിക്ക് ദമ്മു മറ്റേത്. ഇനിയിപ്പോ കഴിക്കല്ലേ, 3 മണിയായി. ആരും കൂടെ കഴിക്കാം. ഇതെന്ത് ചെയ്യാൻ പോണം? ഇത് ചൂടാക്കിയൊന്നും ഞാൻ കുറച്ചുകൂടി വേപ്പിലിട്ടു. അപ്പൊ ഞങ്ങള് കഴിക്കാൻ ദിവസം എത്ര 3 മണി കഴിഞ്ഞു ഗായ്സ്. ഇതെന്തോ ഇരുട്ട് പോലെ ആയാലും ഇത് വേറെ ബിരിയാണി. ഇന്നലെ ഞങ്ങളെ ദം ബിരിയാണി വിളിച്ച് മാറ്റി. ചിക്കൻ പീസ് എന്ത് ചെയ്യാം? വരണുള്ളൂ അല്ലേ? പണിയുണ്ട്, ചിക്കൻ ഇങ്ങനെ ആക്കിയത് ഞങ്ങള്. മഴ വരാൻ പോകുന്നു. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവില്ലല്ലേ? ഞാൻ കുറച്ച് ഇട്ട് പറയാം. ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. കാണാനല്ലോ, ഫോക്കസ് ആവുന്നില്ല. മഴ വരുന്ന, മഴ വരാനുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് സാധനം കിടക്കണം. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് സച്ചേട്ടൻ പോയിട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. പുറത്തേക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു കടയിലേക്കാണ്. കുറച്ച് ദിവസം ഞാനും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടായിട്ടില്ലേ, അതൊക്കെ ചൂടായിട്ടോ. അച്ഛനാണെങ്കിൽ അവിടെ നിന്നിട്ട് മറ്റേ എന്താണ് തണ്ണിമത്തിനൊക്കെ അരിയായിരുന്നു. അത് എല്ലാവരും കൂടി കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ പിറ്റേ ദിവസമായിട്ട് ഞങ്ങൾ സൺഡേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ദിവസം ഇനി വീട്ടിലായിരിക്കും. പിന്നെ എല്ലാവരും വീട്ടിൽ പോവാണ്, ചേച്ചിമാരൊക്കെ. അങ്ങനെ ഇന്നെന്തോ പതിവില്ലാതെ ചേട്ടനക്ക് എല്ലാവർക്കും കിൻഡർ ക്രീമൊക്കെ മേടിച്ചെന്ന്. പതിവേ ഇല്ല, എന്താ പറ്റിയതാണാവോ. അങ്ങനെ വീട്ടിലെത്തി എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അമ്മയൊക്കെ ഉണ്ടാകുന്നു കേട്ടോ വീട്ടിൽ. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു. ഇത്രയുള്ള വീഡിയോ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.